أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لئن اجتمعت الإنس والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. ولقد صرفنا للناس في هذا القرآن من كل مثل فأبى أكثر الناس إلا كفورا. الله العظيم. സൂറത്തുൽ ഇസ്രാ 88-9 ആയത്തുകൾ. ഖുൽ, നബിയെ പറയുക, ലഇൻ ഇജ്തമഅത്. ഇൻ ഇജ്തമഅത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, അതിന് ഊന്നൽ കിട്ടാനാണ് ലഇൻ ഇജ്തമഅത്, ഒരുമിച്ച് കൂടുകയാണെങ്കിലും അൽ ഇൻസു, മനുഷ്യർ അഥവാ മുഴുവൻ മനുഷ്യരും, അൽ ഹംദു എന്ന് പറയുന്നത് പോലെയാണ് അൽ ഇൻസു, വൽ ജിന്നു, മുഴുവൻ ജിന്നുകളും, അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, അലാ അൻ യഅ്തു, അവർ വരാൻ വേണ്ടി ബിമിസ്ലി ഹാദ, ഇതുപോലുള്ളതും കൊണ്ട്, അഥവാ അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദ, ഇതുപോലുള്ളത് കൊണ്ടുവരുന്നതിന്റെ മേൽ അവർ ഒരുമിച്ച് കൂടിയാൽ, അല്ലെങ്കിൽ അവർ യോജിച്ചു ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ. ലാ അൽ ഖുർആനി, ഹാദ എന്ന് പറഞ്ഞാൽ ഈ ഖുർആന് പോലുള്ളതൊന്ന് കൊണ്ടുവരുന്നതിന്റെ മേൽ സർവ്വ ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും, ലാ യഅ്തൂന ബിമിസ്ലിഹി, അതുപോലുള്ളത് അവർ കൊണ്ടുവരികയില്ല. വലൗ കാന ബഅ്ലുഹും ലിബഅ്ലിൻ, അവർ പരസ്പരമാണെങ്കിലും, ലഹീറ, സഹായി, ലഹീർ, ലഹ്റ എന്നുള്ള വാക്ക് പ്രകടമായി എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ വരിക. പിന്നെ അത് സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലും വരും, അതിൽപ്പെട്ടതാണിത്. വലഖദ് സറഫ്ന, നാം വിവരിച്ചിട്ടുണ്ട്. സറഫ എന്ന് പറഞ്ഞാൽ, സർഫാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ വിവിധ രൂപങ്ങൾ പറയുക. 14 രൂപം മാദി, 14 രൂപം മുദാരി, ഇങ്ങനെ പറയുന്നതിനാണ് പറയാം. ആ വിജ്ഞാന ശാഖയ്ക്ക് തന്നെ സർഫ് എന്നാണ് പറയാം. പിന്നെ നമ്മൾ നോട്ട് ചില്ലറയാക്കുന്നതിന് അത് പറയും. അതുകൊണ്ട് ആ കേന്ദ്രത്തിന് സറാഫ എന്നാണ് പറയാം, അത് നടത്തുന്ന സ്ഥലം എന്നർത്ഥം. ഒരേ അസ്ലിൽ നിന്ന് വന്ന വാക്കാണ് അതൊക്കെ. സറഫ എന്ന് പറഞ്ഞാൽ വിവരിച്ചു, വേർതിരിച്ചു പറഞ്ഞു എന്നർത്ഥം, അതാണ് വിവരിച്ചു. വലഖദ് സറഫ്ന ലിന്നാസി, ജനങ്ങൾക്ക് നാം വിവരിച്ചിട്ടുണ്ട്, ഫീ ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ, മിൻ കുല്ലി മസലിൻ, സകല ഉദാഹരണങ്ങളും, ഉദാഹരണങ്ങളായിട്ടുള്ളതും എന്നർത്ഥം, മിൻ കുല്ലി മസലിൻ. അബാ, എന്നിട്ട് വിസമ്മതിച്ചു, അക്സറന്നാസി, ജനങ്ങളിൽ അധിക പേരും, ഇല്ലാ കുഫൂറ, നിഷേധത്തിൽ അല്ലാതെ, അഥവാ നിഷേധിക്കാനല്ലാതെ അവർ സമ്മതിച്ചില്ല എന്നർത്ഥം. നേരത്തെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അവൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ അത് പോകുമായിരുന്നു, അഥവാ അള്ളാഹു തആലക്ക് വേണമെങ്കിൽ അത് പിൻവലിക്കാമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ കുറച്ചു മുന്നേ മറ്റൊരായത്തിൽ ഖുർആൻ മനസ്സിലുള്ളതിന് ശിഫയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മോമിനികൾക്ക് റഹ്മത്തും ശിഫയുമാണ് ആയിട്ടാണ് ഖുർആൻ ഇറക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ വലാ യസീദുൽ ലാലിമീന ഇല്ലാ ഖസാറ, എന്നാൽ അക്രമികൾക്ക് അത് പരാജയമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ മുമ്പ് 60-ാമത്തെ ആയത്തിൽ വനുഖവ്വിഫുഹും വമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ വശജറത്തൽ മൽഊനത ഫിൽ ഖുർആനി
വനുഖഫിഫുഹും ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനം കബീറ. താക്കീതായിട്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ടും ഖുർആനിൽ വരുന്നതൊക്കെ അവർക്ക് ധിക്കാരമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പലതവണ ഖുർആനിനെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിൽ പെട്ട വർത്തമാനം തന്നെയാണ്, അതിന്റെ ഒരു തുടർച്ചയാണ് ഇതൊക്കെ. അഥവാ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരമുട്ടിക്കാൻ വേണ്ടി വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അതാണ് റൂഹിനെ പറ്റിയൊക്കെ. അല്ലാഹു തആല പറഞ്ഞത്, അള്ളാഹു കൊടുത്തത് പിൻവലിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ല, എന്നാൽ അള്ളാഹ്ക്ക് കഴിയും. കൊണ്ടുവരാനും കഴിയില്ല എന്ന് സൂചന. എന്നിട്ട് ഇനി പറയുന്നത് എന്താന്ന് വെച്ചാല്, മനുഷ്യര് ഒരുമിച്ചുകൂടി ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ജിന്നുകൾ ഒരുമിച്ചുകൂടി ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മനുഷ്യരും ജിന്നുകളും പരസ്പരം സഹായികളായിട്ട് ഒത്തുകൂടി ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ, എന്നാലും നടക്കുകയില്ല എന്ന് വളരെ ബലമുള്ള വെല്ലുവിളിയാണ് പറയുന്നത്. ഇത്തരം വെല്ലുവിളികൾ പരിശുദ്ധ ഖുർആനിൽ വേറെയുമുണ്ട്. ഉദാഹരണം, സൂറത്തുൽ ബഖറയിൽ വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾക്കിതിൽ സംശയമുണ്ടെങ്കിൽ, നമ്മുടെ അടിമക്ക് നാം ഇറക്കിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫൗതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ അതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ. വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ കണ്ടവരെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായികളെയൊക്കെ വിളിച്ചുകൊള്ളൂ. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, നിങ്ങൾക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അത് കഴിയാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അതുപോലെ സൂറത്ത് യൂനുസില് അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫൗതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഇത് അവർ അവർ പറയുന്നത് ഇത് കെട്ടിച്ചമച്ചതാണ് എന്നാണ്. അവരോട് പറഞ്ഞേക്കുക, നിങ്ങൾ ഇതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ, വേണ്ടവരെയൊക്കെ സഹായത്തിന് വിളിക്കൂ. അതുപോലെ സൂറത്ത് ഹൂദിൽ അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫൗതൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ വദഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. അവർ പറയുന്നത് കെട്ടിച്ചമച്ചതാണെന്ന് ഖുൽ, നബിയെ താങ്കൾ പറയുക, ഫൗതൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ, എന്നാൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു 10 സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുപോവാ. വദഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആരെയും വിളിച്ചുകൊള്ളൂ. നിങ്ങൾ ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 സൂറത്ത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, ആദ്യം അല്ലാഹു തആല വെല്ലുവിളിച്ചത് ഈ ആയത്താണ്. സൂറത്തുൽ ഇസ്രായിലെ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നീട് 10 സൂറത്ത് പറഞ്ഞു, പിന്നീട് ഒരു സൂറത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണെന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഒന്നും പ്രത്യേകം തെളിവില്ല, ഓർഡറിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ മുനാഫിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തുൻ നിസായിൽ പറയുന്നത് കാണാൻ കഴിയും, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിൽ ആഴത്തിൽ പഠിച്ചു നോക്കുന്നില്ലേ? ഇത് അള്ളാഹുവിൽ അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതാണെങ്കിൽ ഇതിൽ ധാരാളം ഭിന്നത അഥവാ വൈരുദ്ധ്യങ്ങൾ അവർ കാണുമായിരുന്നു. ഇങ്ങനെ ഈ ആയത്തുകളെല്ലാം ഖുർആനിന്റെ ഇഅ്ജാസ് അരക്കിട്ടുറപ്പിക്കുകയാണ്. ഇന്നും പരിശുദ്ധ ഖുർആനിൽ ഈ വെല്ലുവിളികളൊക്കെ നിലനിൽക്കുകയാണ്. ഇന്ന് ഈ തീയതിക്ക് തന്നെ ആരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നതിൽ വിജയിക്കുകയും ചെയ്താൽ ഖുർആൻ പൊളിഞ്ഞു പോകും. അങ്ങനെ ഖുർആൻ പൊളിക്കുവാനുള്ള താക്കോല് എതിരാളികൾക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എന്നാ പറ്റുമെങ്കിൽ പൊളിക്ക് എന്ന നിലയിൽ. അങ്ങനെയാണ് ഈ വെല്ലുവിളിയൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ അജയ്യതക്ക്, അമാനുഷികതക്ക്, അഥവാ അള്ളാഹുവാണ്, മനുഷ്യന്റെ വചനമല്ല ഇത് എന്നതിന് ബലം നൽകുന്ന അത് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ്
ഈ ആയത്തുകളൊക്കെ. അതിൽ ഇവിടെ ജിന്നുകളെയും ഇൻസുകളെയും പ്രത്യേകം പറയുന്നത് എന്തിനാണ്? മക്കാ മുശ്രിക്കുകളിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു വാദം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേതോ ജിന്നുകൾ വന്ന് ഒരുമിച്ച് കൂടുകയാണ്, ജിന്നുകൾ വന്ന് ചൊല്ലിക്കൊടുക്കുകയാണ് എന്ന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമക്കുകയാണ് എന്ന്. അള്ളാഹുവിന്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരും ഇതുപോലൊന്നും ഉണ്ടാക്കാൻ അധ്വാനിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല. അതുപോലെ ഏതോ ജിന്ന് വന്ന് ഓതിക്കൊടുക്കുകയാണെന്നല്ലേ? മുഴുവൻ ജിന്നുകളും വിചാരിച്ചാലും ഇത്തരം ഒന്നുണ്ടാക്കല് നടക്കുകയില്ല എന്നാണ് സ്ഥാപിക്കുന്നത്. അവർ യോജിച്ചു, അല അൻ യൂതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യൂതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. ഇങ്ങനൊന്ന് കൊണ്ടുവരാൻ അവർ യോജിച്ചു, ജിന്നും ഇൻസും. എന്നിട്ട് പരസ്പരം അവർ സഹായിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ പറയുന്നത്, വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ. ഈ ഖുർആനിൽ എല്ലാ ഉദാഹരണങ്ങളും വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറയാറുള്ളത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ എന്തോ തത്വം പറയുക, അല്ലെങ്കിൽ ഇന്നതുണ്ട്, സ്വർഗമുണ്ട് എന്നങ്ങ് പറയുകയല്ല. അതൊക്കെ മനസ്സിലാകുന്ന, അവിടെയൊക്കെ കിട്ടുന്ന ആസ്വാദനങ്ങളും നരകത്തിൽ കിട്ടുന്ന ശിക്ഷയും അതിൻ്റെ ഉദാഹരണങ്ങൾ, അതൊക്കെ ഉദാഹരണ സഹിതം, അഥവാ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ലാഹു തആല പറയുന്ന തത്വങ്ങൾ മുഴുവനും ഉദാഹരണങ്ങളിലൂടെ, തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ തത്വങ്ങളിലൂടെ പറയാതെ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് കടുകട്ടി തത്വം പറയുന്നിടത്തും പരിശുദ്ധ ഖുർആന്റെ സ്വഭാവമാണ് ഒരു കഥ അങ്ങ് പറയും, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയും. തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് സങ്കല്പിക്കുന്നതിനെ ചോദ്യം ചെയ്തു അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ആൺമക്കളുവോ അള്ളാഹ്ക്ക് പെൺമക്കളുവോ? ഇത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ അടിമകൾ പങ്കാളികളാകുന്നത് നിങ്ങൾ സഹിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക്, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഉദാഹരണങ്ങളിലൂടെയാണ് തൗഹീദ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഖുർആൻ എല്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ സൃഷ്ടിച്ച ആൾക്ക് പിന്നെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നത് അതിനാണ്. ഇങ്ങനെ എല്ലാം ഉദാഹരണ സഹിതം വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സത്യാന്വേഷിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഖുർആന്റെ വരികൾക്കിടയിൽ. ഫഅബ അക്സറുന്നാസി, എന്നിട്ടും ജനങ്ങളിൽ അധിക പേരും വിസമ്മതിച്ചിരിക്കുകയാണ്. ഈ ആയത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണുള്ളത്. അപ്പോഴാണ് പറയുന്നത് അബ അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും ഈ കാര്യം ഉദാഹരണങ്ങളിലൂടെയൊക്കെ വ്യക്തമാക്കി കൊടുത്ത കാര്യം മനസ്സിലാക്കുവാൻ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. ഇബ്ലീസിന്റെ നിലപാട് ബോധ്യമില്ലാഞ്ഞിട്ടല്ലല്ലോ ആദം അലൈഹി സ്വലാമിനെ അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞത്, ധിക്കരിച്ചത്. ഫഅബ വസ്തക്ബറ, വിസമ്മതിച്ചു, അഹങ്കരിച്ചു എന്നതുപോലെ സത്യം ബോധ്യമായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ മുന്നോട്ട് പോകുകയാണ് ജനങ്ങളിൽ അധിക പേരും ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്ന് ആയത്തിറങ്ങുന്ന അന്ന് പറയാണ്. എക്കാലത്തും അതിൽ വ്യത്യാസമില്ല, ജനങ്ങളിൽ അധിക പേരും അങ്ങനെയാണ്. പിന്നെ ഇല്ല കുഫൂറല്ലാതെ ജനങ്ങളിൽ അധിക പേരും വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കുഫറിന് മാത്രമേ അവർ സമ്മതിച്ചുള്ളൂ എന്നർത്ഥം. നിഷേധിക്കാനല്ലാതെ അവർ സമ്മതിച്ചില്ല, അതാണ് നിഷേധമല്ലാതെ അവർ വിസമ്മതിച്ചു, അഥവാ അവരാകെ സമ്മതിച്ച കാര്യം നിഷേധിക്കാൻ മാത്രമാണ് എന്നർത്ഥം. അല്ലെങ്കിൽ ബാബ അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും വിസമ്മതിച്ചു, പിന്നെ സങ്കല്പമാണ്, അവരാകെ തയ്യാറായത് നിഷേധത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ നിഷേധത്തിനല്ലാതെ അവർ സന്നദ്ധരായില്ല എന്നങ്ങനെ സങ്കല്പിച്ചും പറയാം. അല്ല, നിഷേധത്തിനല്ലാതെ അവർ വിസമ്മതിച്ചു, അഥവാ നിഷേധിക്കാൻ മാത്രമേ അവർ സമ്മതിച്ചുള്ളൂ എന്ന് പറയണം. അപ്പൊ നിഷേധിക്കാനേ സമ്മതിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ പിന്നെ ആരും കൽപ്പിച്ചിട്ടില്ലല്ലോ. ഈ സമ്മതിക്കുക എന്നുള്ള വാക്ക് അതിന്റെ വിപരീതം പറഞ്ഞതാണ്. ഫഅബ അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും
വിസമ്മതിച്ചു. പിന്നെ അവർ തയ്യാറായ ഏക സംഗതി നിഷേധിക്കാൻ മാത്രമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, പകരം അത് സമ്മതമല്ലാത്തത് കൊണ്ടാണ്. അതാണ് ഇബ്ലീസിന്റെ നിലപാട്. ഇബ്ലീസിന് അള്ളാഹു താലയാണ് ഈ പറയുന്നത് എന്നും ആദമ സുജൂദ് അർഹിക്കുന്നവനാണ് എന്നും അള്ളാഹുവിനനുസരിക്കൽ ബാധ്യതയാണ് എന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, പകരം അഹങ്കാരത്തിന് ഇത് സമ്മതമല്ലാത്തത് കൊണ്ടാണ്. അതുതന്നെയാണ് ഈ ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും എന്നർത്ഥം. അതുകൊണ്ട് അതേ നിലപാടാണ് ഈ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് വരികൾക്കിടയിൽ. ഇബ്ലീസിന്റെ അതേ നിലപാടാണ് എന്ന്. അതാണ് നേരത്തെ തുറയാൻ കുഫ്ര, ജനങ്ങൾക്ക് അധിക പേർക്കും തുറയാനും കുഫ്റും അല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കലാം ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.